പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കടശ്ശേരി ഒന്നാം വാർഡിൽ ഉൾപ്പെട്ട കമ്പിലൈൻ പ്രദേശത്തെ 30ഓളം വരുന്ന കുടുംബങ്ങൾക്കാണ് വർഷങ്ങളേറെയായിട്ടും റേഷൻ കാർഡ് ഇല്ലാത്തത്. വോട്ടർ കാർഡും ആധാർ കാർഡും സ്വന്തമായി ഉണ്ടെങ്കിലും ഒരു നേരം കഞ്ഞി വെച്ച് കുടിക്കുവാൻ ഇവർക്ക് സർക്കാർ സമ്പ്രദായങ്ങൾക്കും പുറത്തുനിന്നും വൻതുക നൽകി അരി വാങ്ങേണ്ട അവസ്ഥയാണ്. എന്നാൽ ഇതിനും നിവൃത്തിയില്ലാതെ ഈ കുടുംബങ്ങളാകട്ടെ മിക്കപ്പോഴും പട്ടിണിയിലുമാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാനും വോട്ട് ചെയ്യിപ്പിക്കുവാനും രാഷ്ട്രീയ പാർട്ടികൾ കാട്ടുന്ന വ്യഗ്രതയൊന്നും ഇവർക്ക് റേഷൻ കാർഡ് വാങ്ങി നൽകുവാൻ കാണിക്കാറുമില്ല. കാടും മലയും കയറി കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റുന്നവരാണ് ഇവിടെ ഏറെയും. പേരുകൊണ്ട് വീടെന്ന് പറയാമെങ്കിലും ടാർപോളിൻ വലിച്ചു കെട്ടി കൂരയൊരുക്കിയാണ് ഇവരേറെയും ഇവിടെ താമസിക്കുന്നത്. വീടുകൾക്കെല്ലാം വീട്ടു നമ്പറുണ്ട്, തിരിച്ചറിയൽ കാർഡും. എന്നാലും എന്തുകൊണ്ടാണ് ഇവർക്ക് റേഷൻ കാർഡ് ലഭിക്കാത്തതെന്ന് ഇനിയും വ്യക്തമല്ല. 6 വർഷം കൊണ്ട് ഇലക്ഷൻ വോട്ടിന് റേഷൻ കാർഡിന് വേണ്ടി നടക്കുക. MLA എഴുത്ത് കിട്ടി, വില്ലേജ് ഓഫീസറുടെ എഴുത്ത് കിട്ടി, മെമ്പറുടെ എഴുത്ത് കിട്ടി, പഞ്ചായത്ത് ഓഫീസിൽ റെക്കോർഡ് കിട്ടി. ഇതെല്ലാം കൊണ്ട് ചെല്ലുമ്പോഴും അവർക്ക് സമയങ്ങൾ ഒക്കത്തില്ല. ഇതുവരെയും റേഷൻ കാർഡ് എനിക്ക് കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഈ വർഷവും ഞാനിപ്പോൾ അതിന് പോകാനായിട്ട് റെക്കോർഡെല്ലാം ഇന്നലെ മെമ്പറെ കൊണ്ട് കാണിച്ചു. മെമ്പർ പറഞ്ഞു ഇനി ഇത് ആദ്യം മുതൽ എടുത്തെങ്കിലും ഒക്കും, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായെന്നൊക്കെ ഇന്നലെ എന്നോട് മറുപടി പറഞ്ഞേക്കുന്നു. നാളെ എന്ന ലോട്ടറിക്കാരൻ്റെ വാക്ക് പോലെയാണ് അധികാരികളും കണ്ണടച്ചു പോകുന്നത്. ഇവരുടെയൊക്കെ വോട്ട് വാങ്ങിപ്പോയ ജനപ്രതിനിധികൾ ഇനി കണ്ണു തുറക്കട്ടെ എന്നാണ് എല്ലാവർക്കും ആശംസിക്കുവാനുള്ളത്. വോട്ട് ചെയ്യുവാൻ ഇതുപോലുള്ള കുഞ്ഞിരാമൻ്റെയും മറ്റുള്ളവരുടെയും വോട്ടവകാശം എല്ലാവർക്കും അത്യാവശ്യമാണ്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആർക്കും സമയമില്ല. ഇത് സർക്കാരും ജനപ്രതിനിധികളും കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കടശ്ശേരി വാർഡിൽ നിന്നും റിജോ പത്തനാപുരം.